സ്വാന്തന പരിചരണത്തിൽ മാതൃകയായി ആലുവ കുട്ടമശ്ശേരി പാനാപ്പള്ളി വീട്ടിൽ മുജീബ് 2010 മുതൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ സജീവമാണ് മുജീബ്. 2012 ഇൽ ലൈഫ് കെയർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് തുടക്കമിട്ടു. 2019 ഇൽ ലൈഫ് കെയർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആയി മാറ്റി. 22 പേരായിട്ട് ആണ് തുടക്കം കുറിച്ചത്. പ്രശസ്ത ഡോക്ടർമാരായ ഡോക്ടർ വി പി ഗംഗാധരൻ, ഡോക്ടർ സി എം ഹൈദരാലി, SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ M N സോമൻ, കൊച്ചി സർവകലാശാലയിലെ VP മാത്യു എന്നിവർ രക്ഷാധികാരികളാണ്. 25 ഓളം വീടുകളിൽ സ്ഥിരമായി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുജീബ് പറയുന്നു. ഞാൻ ഡോക്ടർ മുജീബ് കുട്ടമശ്ശേരി, പാലിയേറ്റീവ് കെയർ വോളണ്ടിയറാണ്, പ്രൊവൈഡറാണ്, അതുപോലെ ട്രെയിനറാണ്. ഇന്ത്യയിലെ പാലിയേറ്റീവ് കെയർ മൂവ്മെൻറ്റിൽ ഇന്ത്യയിലെ പ്രഥമ പാലിയേറ്റീവ് കെയർ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിൻ്റെ സെൻട്രൽ കൗൺസിൽ മെമ്പറായിരുന്നു 2 ടേമിൽ. ഇപ്പോൾ നിലവിൽ നാഷണൽ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ ആയുഷ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന സംഘടനയുടെ കേരള സ്റ്റേറ്റ് ചാപ്റ്റർ സെക്രട്ടറിയാണ്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ജനകീയമായി ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. നമുക്കൊക്കെ ഗുരുതുല്യനായ ഡോക്ടർ M.R. രാജഗോപാൽ സാറാണ്, പത്മശ്രീ M.R. രാജഗോപാൽ സാറാണ് ഇത് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചതും ഇന്ത്യയിലെ പാലിയേറ്റീവ് കെയറിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ നാം വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ദീർഘവീക്ഷവും ഒന്ന് തന്നെയാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് പല സംഘടനകളും കൊടുക്കുന്നത്. ഇപ്പോൾ ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന സംഘടന 2012 ലൈഫ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന രൂപത്തിൽ നമ്മൾ ആരംഭിക്കുകയും 2019 ലൈഫ് കെയർ ഫൗണ്ടേഷൻ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് വിവിധ തരത്തിലുള്ള പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്തുന്നു. പ്രധാനമായും ലൈഫ് കെയർ നടത്തുന്ന പ്രവർത്തനം 24 മണിക്കൂറും സൗജന്യ എമർജൻസി പാലിയേറ്റീവ് ഹോം കെയർ ആണ്. അതുകൂടാതെ തന്നെ കാർഡിയോളജി ഡോക്ടറുടെ ഓൺലൈൻ സേവനത്തോടു കൂടിയുള്ള എമർജൻസി ECG യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്പോൺസർ ചെയ്തത് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ കോസ്മോസ് ആണ്. കൂടാതെ തന്നെ കേരളത്തിൽ ആദ്യമായി മിനി ICU യൂണിറ്റ് നമ്മളാണ് ആരംഭിച്ചത്. നമുക്കറിയാം കോവിഡ് പാൻഡമിക് സമയത്ത് ഏകദേശം 290ഓളം ഹോം കെയർ ലൈഫ് കെയർ നടത്തി, എമർജൻസി ഹോം കെയർ നടത്തി. വിവിധ മതത്തിൽപ്പെട്ട ആളുകളുടെ ശവ സംസ്കാര ചടങ്ങുകൾ ലൈഫ് കെയർ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ മിനി ICU പ്രൊജക്റ്റ് ആരംഭിച്ചത്. കാരണം പാലിയേറ്റീവ് കെയർ രോഗികളെ സംബന്ധിച്ചിടത്തോളം ICU എന്നൊരു ആശയത്തിന് പ്രസക്തിയില്ലെങ്കിലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ മരണം, ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ വളരെ ഭംഗിയായി നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവരുടെ വീടുകളിൽ തന്നെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയാണ് മിനി ICU പ്രൊജക്റ്റ്. തീർച്ചയായും നമ്മളിപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ICU വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് രോഗികളെ സമാധാനത്തോടെ മരിക്കാനുള്ള അവസരമാണ് അതുവഴി ലഭ്യമാകുന്നത്. കൂടാതെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് വയോഗ്രാമം എന്നൊരു പദ്ധതി നടപ്പിലാക്കുകയും അത് പ്രശസ്തനായ സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ അത് ഉദ്ഘാടനം ചെയ്തത്. ആ പദ്ധതി പ്രകാരം നമ്മുടെ നാട്ടിൽ വൃദ്ധരായ ആളുകളോട് തന്നെ രോഗികളായ ആളുടെ കുടുംബങ്ങളെയും പരിചരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വയോഗ്രാമം ആരംഭിച്ചത്. അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫുഡ് സപ്പോർട്ട്, മെഡിസിൻ സപ്പോർട്ട്, അങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സകല മേഖലകളിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് വയോഗ്രാമ പദ്ധതി. നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ ലൈഫ് കെയർ സംബന്ധിച്ചോളം കീഴ്മാട് പഞ്ചായത്ത്, വാഴക്കുളം പഞ്ചായത്ത്, കാഞ്ഞൂർ പഞ്ചായത്ത്, ശ്രീമുഖം പഞ്ചായത്ത്, ആലുവ മുനിസിപ്പാലിറ്റി ഇത്തരം ഏരിയകളിലാണ് പ്രധാനമായും നാം പ്രവർത്തിക്കുന്നത്. എന്നാൽ മറ്റ് ഏരിയയിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ സർവീസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മരണം സ്ഥിരീകരിക്കാനും ഒക്കെ നമ്മുടെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മുടെ പാലിയേറ്റീവ് എമർജൻസി പാലിയേറ്റീവ് ഹോം കെയർ ടീം എന്ന് പറയുമ്പോൾ ഒരു മെയിൽ വാളണ്ടിയർ ഡ്രൈവറായിട്ടുണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ട്രെയിൻഡ് നേഴ്സ് ഉണ്ടാവും, കൂടാതെ ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് ഉണ്ടാവും. നമ്മൾ പ്രധാനമായി ചെയ്യുന്നത് വീടുകളിൽ അവർക്ക് വേണ്ട എമർജൻസി പരിചരണം, മെഡിസിനോട് കൂടിയുള്ള എമർജൻസി പരിചരണം നൽകും. അപ്പോൾ ഡോക്ടറുടെ സേവനം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഡോക്ടറുടെ സർവീസ് ലഭ്യമാക്കും. അതാണ് പ്രധാനമായും ഹോം കെയറിൽ നടക്കുന്നത്. നമുക്ക് പരിശീലനം ലഭിച്ച 25ഓളം വോളണ്ടിയർമാർ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും ഇതിൽ പരിശീലനം ലഭിച്ചതിന് ശേഷം പരിശീലനം ലഭിച്ചവരെയും അല്ലാത്തവരെയും ഓർത്തുനോക്കിക്കൊണ്ട് അവരുടെ സർവീസ് അതാത് പ്രദേശങ്ങളിൽ അവരുടെ അയൽപക്കത്തുള്ള സമീപത്തുള്ള രോഗിക്ക് അവരുടെ പരിചരണം നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതൊരു WHO വരെ അത്
റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ വളരെ പ്രഗത്ഭരായ നഴ്സുമാരും ഡോക്ടർമാരുമുള്ള നമ്മുടെ പ്രദേശത്ത് നിന്ന് അവരുടെ കുറച്ച് സമയം നമ്മുടെ രോഗികൾക്ക് വേണ്ടി നമ്മൾ ലഭ്യമാക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് സാമ്പത്തികമായ ബാധ്യതയില്ലാതെ വരികയും അതോടൊപ്പം തന്നെ ആ ഡോക്ടർക്കും നഴ്സിനും അവരുടെ ഡിഗ്നിറ്റി നിലനിർത്താനും അതുപോലെ തന്നെ ആ സമീപത്തുള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരിച്ചറിവുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ഡോക്ടർ ഒരു നഴ്സിൻ്റെ സർവീസ് കിട്ടുമ്പോൾ അവർക്ക് മാനസികമുണ്ടാകുന്ന സന്തോഷവും ഇതിന് പ്രധാനമാണ്. ഇതൊരു ജനകീയ സംവിധാനത്തിൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി കൂടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് പാലിയേറ്റീവ് കെയർ വളണ്ടിയർ ആകാൻ സാധിക്കും. കാരണം പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഓരോരുത്തർക്കും നമുക്കറിയാം, ഓരോ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും നമ്മൾ. പക്ഷേ നമ്മളുടെ സമയം നഷ്ടപ്പെടുത്താതെ നമ്മളുടെ പണം നഷ്ടപ്പെടുത്താതെ നമുക്ക് പാലിയേറ്റീവ് കെയർ സർവീസ് ചെയ്യാൻ സാധിക്കും. അതിൽ പ്രധാനമായി ചെയ്യേണ്ടത് നിങ്ങൾ 16 മണിക്കൂർ WHO ഗൈഡ് ലൈനോട് കൂടിയിട്ടുള്ള 16 മണിക്കൂർ നമ്മൾ ട്രെയിനിങ് എടുക്കുകയും തീർച്ചയായും ആ ട്രെയിനിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് രോഗികളോട് എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും. തീർച്ചയായും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഫഷൻ ഓരോരുത്തർക്കും ഈ പാലിയേറ്റീവ് കെയറെ കുറിച്ച് പറയുമ്പോൾ പാലിയേറ്റീവ് കെയറിൽ ഓരോരുത്തർക്കും അതിൽ സ്പേസ് ഉണ്ട്. ഓരോ സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലയിലാണോ നമുക്ക് സഹായിക്കാൻ കഴിയുക ആ മേഖലയിൽ സഹായിച്ചുകൊണ്ട് രോഗികളെ നമുക്ക് കൃത്യമായി നമുക്ക് പരിചരിക്കാൻ സാധിക്കും. അതിന് നമുക്ക് പ്രധാനമായും വേണ്ടത് ഇതൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രമേ ചെയ്യാനുള്ള മനസ്സും കുറച്ച് സമയവും നമ്മൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്താൻ സാധിക്കും. അതിന് കൃത്യമായ പരിശീലനം നമ്മൾ നൽകുന്നുണ്ട്. ലൈഫ് കെയർ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള LCF ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ശ്രീ K. രാധാകൃഷ്ണൻ സാർ നേതൃത്വം നൽകുന്ന ഒരു വലിയ ഒരു സംവിധാനം ലൈഫ് കെയർ ഫൗണ്ടേഷൻ ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ എവിടെയുള്ള ആളുകൾക്കും തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെട്ടാൽ സൗജന്യമായി നമ്മൾ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് നൽകും. തീർച്ചയായും അതുവഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രോഗികൾക്ക് സാന്ത്വനമാകാൻ അത് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കാണുന്ന ആർക്കും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 9846068962. ഞങ്ങളുടെ ഇമെയിൽ വിലാസം lifecarefoundation22@gmail.com. സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന മുജീബ് ജോലി രാജിവെച്ചാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത്. സ്വാന്തന പരിചരണം ആവശ്യമുള്ള ഏതൊരു സ്ഥലത്തും മടികൂടാതെ എത്താൻ മുജീബ് തയ്യാറാണ്.